എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിൻപുറത്ത്, ഞാൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളം വില്ലേജിൽ കൃഷ്ണപുരം പഞ്ചായത്തിൽ ഒരു വാർഡിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ആ ഗ്രാമപ്രദേശത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്നാൽ ശരിക്കും ഗ്രാമപ്രദേശത്തിൻ്റെ കാര്യങ്ങൾ എന്തിനു മാത്രം ഷെയർ ചെയ്യാമെന്ന്, പക്ഷെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മളുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഈ പ്രകൃതികളും നമ്മളിപ്പം നമ്മുടെ പരിസരത്തോട്ടൊക്കെ ചെന്നാലിപ്പം മിക്ക സ്ഥലങ്ങളും നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം എല്ലാ പാടശേഖരങ്ങളും നികത്തി തെങ്ങിൻ തോപ്പുകളും അതുപോലെ തന്നെ വീടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊന്നും ചെന്നാലിപ്പം മനസ്സിലാവത്തില്ല. അപ്പോൾ അതൊന്നും പറയാനില്ല ഞാൻ വരുന്നത്. എൻ്റെ വീട്, ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ തൊട്ട് കിഴക്കേപ്പുറത്ത്, കാരണം ഒരു തൊട്ടടുത്ത് വീടിൻ്റെ അങ്ങോട്ട് ഇറങ്ങുന്നത് പാടത്തോട്ടാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ വന്നത്. കാരണം പണ്ട് കടൽ പോലെ കടന്ന പാടശേഖരമാണ്. അവിടെ നെൽകൃഷി 3 കൃഷികളാണ് അവിടെ നടക്കുന്നത്. ഒരു വർഷത്തിൽ 2 നെൽകൃഷിയും 1 എൾകൃഷിയുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഈ സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയങ്ങളിൽ എള്ള് പാകുന്നതിന് മുമ്പേ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ അവിടെ പട്ടം പറത്തുകയും കളിക്കുകയും പന്ത് കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പം ആ സ്ഥലങ്ങൾ കണ്ട് ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്തിടയ്ക്കെങ്ങും അവിടെ ഒന്നും കണ്ടിട്ടില്ല. ഏകദേശം എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഒരു 32 വർഷത്തിന് മുമ്പാണ് ഞാൻ അവിടെയൊക്കെ ആ പാടത്തെന്ന് വെച്ചാൽ വീടിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ എനിക്ക് വരാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. കാരണം 32 വർഷത്തിന് മുമ്പെന്ന് പറയുമ്പോൾ എനിക്കൊരു 25 വയസ്സ് കാണുമെന്ന്. അന്ന് ഞാൻ പഠിത്തവും ജോലി പിന്നെ കല്യാണവും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ അങ്ങ് പോയി. പിന്നെ രണ്ടാമത് ഒരു 17 വയസ്സ് കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് താമസം മാറി അച്ഛനും അമ്മയും ഞാനും കൂടെ നമ്മുടെ വീടിന് പടിഞ്ഞാറ് ഭാഗത്തൊരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും, വന്ന വിശേഷങ്ങൾ അറിഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. അങ്ങനെ ഇവിടെ അങ്ങനെ അധികം സമയം ചിലവഴിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ പാടശേഖരത്തിനുണ്ടായ മാറ്റങ്ങൾ അത് എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി. അത് നിങ്ങളും കൂടെ ഒന്ന് നിങ്ങളുടെ നാട്ടിലുമൊക്കെ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളുണ്ടോ എന്നൊന്ന് കാണിക്കാൻ വേണ്ടി, നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗം. ഈ കാണുന്ന പടിഞ്ഞാറ് ഭാഗത്താണ് എൻ്റെ വീട്. ഇവിടെ കണ്ടില്ലേ, നല്ല പാടശേഖരമായിരുന്നു, പിന്നെ കൃഷികൾ ചെയ്യുന്ന കൃഷിയിടങ്ങളായിരുന്നു. ഇതിപ്പം വനഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ഈ സ്ഥലമെന്ന് പറയുമ്പോൾ ഓണാട്ടുകര പ്രദേശമാണ്. ഇവിടെ ഒന്നും കാടും കുന്നും മലയൊന്നും ഉള്ളിടമല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാട് വന്നത് കണ്ടപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തി പോയത്. അപ്പോൾ ഇവിടെ വന്ന ഒരു പുരോഗമനം എന്ന് പറയുന്നത് ഈ റോഡാണ്. നേരത്തെ ഇവിടെ റോഡില്ലായിരുന്നു, പാടത്തോടുള്ള വരമ്പായിരുന്നു. നമ്മൾ പാടം, കണ്ടം, നിലം എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ അതിലേ കൂടെ നടന്നു പോകാനുള്ളൊരു നടവരമ്പ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു റോഡ് വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ പക്ഷേ സഞ്ചാരയോഗ്യമാണെങ്കിലും ആരും ഇതിലെ സഞ്ചരിക്കാറില്ല, പണ്ടും സഞ്ചരിക്കാറില്ല. കാരണം കടൽ പോലെ കിടക്കുന്ന പാടങ്ങളായിരുന്നു, പാടശേഖരമാണിത്, കൃഷിയിടങ്ങളാണ്. കൃഷി ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ലേ, 3 തവണ കൃഷി, ഒരു വർഷത്തിൽ 3 കൃഷിയായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം കണ്ടില്ലേ, ആ ഒരു പാടം മതിൽ കുറേ ആരോ അവരുടെ വസ്തു മതിലിട്ട് നിലം വേർതിരിച്ചിരിക്കുന്നു. പിന്നെ ഈ പാടത്തിൻ്റെ നടുക്കൊരു ചാലുണ്ടായിരുന്നു. ചാലെന്നാണ് നമ്മൾ പറയുന്നത്, കുളം അല്ലെങ്കിൽ ആ കുളം, അതാണിത്. അപ്പോൾ ഞങ്ങളവിടെ കുളിക്കുകയും തുണി കഴുകുകയും മീൻ പിടിക്കുകയും ഒക്കെ ചെയ്ത സ്ഥലങ്ങളാണിത്. കുളമാണിത്, കുളമല്ല, ചാലെന്ന് പറയും. കണ്ടില്ലേ, പിൻകാലത്ത് പിന്നെ അവിടെ അത് പിന്നെ സൈഡ് വാൾ കെട്ടി സുരക്ഷിതമാക്കിയായിരുന്നു. അതിപ്പോൾ ആ സൈഡ് വാളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇവിടെ ഇപ്പോൾ അവിടെ ആരും കുളിക്കുന്നില്ല. ഇതിപ്പോൾ കാടല്ലേ, കാട്, വനം, അല്ലെങ്കിൽ പിന്നെ വനഭൂമി ആയിരിക്കുകയാണ്. ഇത് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതാണോ എന്നറിയില്ല. പല പല മരങ്ങളാൽ
വളർന്ന് ഇങ്ങനെ കാട് കിടക്കുകയാണ്. പിന്നെ കടൽ പോലെ കടന്ന പാടശേഖരമാണിത്. ഏക്കർ കണക്കിനുള്ള പാടശേഖരമാണിത്. ഇതിൻ്റെ അക്കരെ ഭാഗം ഒരു 3 കിലോമീറ്റർ ദൂരത്താണ്. ഇവിടെ നിന്ന് നമുക്ക് അക്കരെ കാണാം. ഇപ്പോൾ കാട് കയറി കിടക്കുന്ന അക്കരെ ഏതാ ഇക്കരെ ഏതൊന്നും അറിയാതെ കിടക്കുകയാണ്. ഇതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ നാട്ടിൻപുറത്ത് കുന്നും മലകളും ഒന്നും ഇല്ലാത്തടത്ത് ഇവിടെ ഇങ്ങനെയുള്ള കാടുകളൊന്നും ഇല്ല. അപ്പോൾ ഈ കാട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇടുക്കിയിലല്ല, മൂന്നാർ പോയപ്പോൾ അവിടെ തേക്കടിയിൽ കണ്ട് ഇതുപോലെ വന്യമൃഗ സങ്കേത കേന്ദ്രം ഇങ്ങനെ കാട് കണ്ടിട്ടുണ്ട്. ഇടുക്കിയിൽ പോയപ്പോഴും ഇതുപോലെ കാടൊന്നും ഇതുപോലെ കാട് കണ്ടിട്ടില്ല. ഇതുപോലെ കാട് കണ്ടതുകൊണ്ടാണ് എനിക്കിത് അത്ഭുതമായത്. നമ്മൾ പറഞ്ഞില്ലേ, വേനൽക്കാലത്ത് കൃഷിയില്ലാത്ത സമയത്ത് ഒക്കെ പള്ളിക്കൂടം അടയ്ക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ കൂട്ടുകാരുമായിട്ട് പട്ടം പറത്തുകയും കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആ സ്ഥലമാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോയി. അതേ രീതിയിലുള്ള കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. കണ്ടില്ലേ, എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. അതാണ് ഞാൻ ഈ വീഡിയോ പിടിച്ചത്. ഇതുപോലുള്ള കാടുകൾ നിങ്ങളുടെ അവിടെ ഉണ്ടോ? നിലം ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം കാടാവാതെ കിടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒരു സമാധാനം. ഇത്രയും ഭാഗമെങ്കിലും കാടാവാതെ നിലവായിട്ട് തന്നെ കിടക്കുന്നുണ്ടല്ലോ എന്ന്. ബാക്കിയെല്ലാം കണ്ടില്ലേ, കാട് കയറി കിടക്കുകയാണ്. നിലവാണിത്. കൃഷിയിടമായിരുന്നു. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ എല്ലാവരും തെങ്ങും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കരഭാഗം ഭൂമിയാക്കാൻ വേണ്ടി ആയിരിക്കുമോ എനിക്കറിയില്ല. ഇനിയും പിൻകാലങ്ങളിൽ ഇനി അടുത്ത തലമുറകളിലൊക്കെ അവിടെ വീട് വരുമായിരിക്കും. എങ്കിലും കാടല്ലേ, കാട്ടിൽ ആര് വീട് വെക്കും? വന്യമൃഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇതുവഴി ആരും ഒന്നും പോകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാടല്ലേ, കാട് കണ്ടില്ലേ, ഇത് നിലവാണ്. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച. നിങ്ങൾക്കും അത്ഭുതം കാണുമോ എന്ന് എനിക്കറിയില്ല. പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാട് കാണുമല്ലോ. പിന്നെ ഇങ്ങനെ നിലം ഇങ്ങനെ കാടായ സ്ഥലങ്ങൾ നിങ്ങളുടെ അവിടെയും ഒക്കെ ഉണ്ടോ എന്ന് പറയണം. അതുകൊണ്ട് ഇവിടെയൊക്കെ ആ കണ്ട ഭാഗമൊക്കെ എൻ്റെ വീടിൻ്റെ തെക്ക് ഭാഗമാണ്. അവിടെ വീടുകളൊക്കെ ഉണ്ട്. ഇത് അതിന് കിഴക്ക് ഭാഗമാണ്. കണ്ടില്ലേ, കാട് മൊത്തം ഏക്കർ കണക്കിനാണ് കാട് കയറി. ഏക്കർ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് കണ്ണെത്താ ദൂരത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രീതിയിലാണ് കാട് കയറി കിടക്കുന്നത്. കണ്ടില്ലേ, ഇത് കണ്ടിട്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാതെ അത്ഭുതമായിട്ട് ഞാനിതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് കണ്ട് എനിക്ക് കുറച്ച് ഭാഗമൊക്കെ താണ്ടെ നിലമാണ്. അവിടെ ഇങ്ങനെ തെങ്ങുമൊക്കെ വെച്ച് പിടിപ്പിച്ച് കാടില്ല. അത്രയും ഭാഗം കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. ഇത്രയും ഭാഗമെങ്കിലും കാട് കയറാതെ കിടപ്പുണ്ടല്ലോ എന്ന്. കണ്ടില്ലേ, പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഈ നിലങ്ങളിലൊക്കെ ഈ സമയത്ത് ഈ കണ്ണൻ ചേമ്പും ഉണ്ടല്ലോ, ഈ കർക്കിടക ചേമ്പ് എന്നൊക്കെ അതൊക്കെ നടുകയും പച്ചക്കറി നടുകയും ഒക്കെ ചെയ്തിട്ടുള്ള, എൻ്റെ വീടിന് തൊട്ട് കിഴക്കപ്പുറത്ത് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് എൻ്റെ അച്ഛനൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നന്ദി, നമസ്കാരം.